വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. എടോ താനവിടെ ഇന്നേ എന്താ താനിങ് വന്നേടോ. അല്ലെങ്കിൽ ഞാൻ തന്റെ സന്നിധാനത്തിലേക്ക് വരണോ? എന്താ മാറ്റിനെ? എന്താന്ന് ഞാൻ തന്നെ വിളിച്ചു നിർത്തിയതും ഇങ്ങനെയൊക്കെ പറയുന്നതും തനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. എന്തു പറ്റി മാറ്റിനെ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? കാര്യം പറയേ. അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയാ, തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണോ തനിക്ക് ദേഷ്യം പറഞ്ഞത്? തനിക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. താൻ ഒന്നും ഓർക്കുന്നത് നല്ലതാണ്. തൻ്റെ ഈ തടിയണ്ടല്ല, അത് ഈ ഭൂമിയിൽ ചവിട്ടി നടക്കാനും ധിക്കാര രീതിയിൽ സംസാരിക്കാനൊക്കെ പ്രാപ്തരാക്കിയത് ഞങ്ങൾക്ക് കൂടിയാ. അതിന് ഞാൻ എന്ത് ധിക്കാരാ നിന്നോട് കാണിച്ചത്? നിനക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ എന്താ സംസാരിച്ചത്? ആഹാ, ഇപ്പൊ വാദി പ്രതിയായ ഞാനായ കുറ്റക്കാരൻ. എടോ, തന്റെ കിഡ്നി മാറ്റിവെക്കാനേ ഞാൻ ഉൾപ്പെടെയുള്ള നാട്ടുകാരി ഈ നാട് മുഴുവൻ തെണ്ടി പിരിവെടുത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കിയതാ. അത് താൻ മറന്നുപോയാ? എന്താ മാറ്റിനെ, ഞാൻ മറക്കാനോ? അല്ല, താൻ മറന്നാലും എനിക്കത് മറക്കാൻ പറ്റില്ലല്ലോ. മാറ്റിനെ, നിങ്ങളൊക്കെ എന്റെ ചികിത്സക്ക് വേണ്ടി ബുദ്ധിമുട്ടിയത്. ചികിത്സയോ? ഓപ്പറേഷൻ. അതിനെ ചികിത്സ എന്ന് പറഞ്ഞേ അത്രയ്ക്ക് വില കുറച്ച് കാണിക്കല്ലേ? അതെ, ഓപ്പറേഷൻ. എന്റെ കിഡ്നി മാറ്റിവെക്കാൻ നിങ്ങളൊക്കെ ചെയ്തു തന്ന ഉപകാരം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. മരണം വരെ ആ നന്ദി നിങ്ങളോടൊക്കെ ഉണ്ടാവും. നന്ദി എന്നിട്ടാണോ ഞാൻ ഇവിടെ താൻ കണ്ടിട്ടില്ല? ഞാൻ കണ്ടു. എന്നിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ കണ്ടില്ലാത്ത പോലെയല്ല താനം കിടന്ന് നടന്നു പോയത്. ഞാൻ മാറ്റം നോക്കി ചിരിച്ചല്ലോ. അയ്യോ, ഒരു ചെറിയ രീതി ചിരിച്ചിട്ട് പോകാനുള്ള ഉപകാരമാണോ ഞങ്ങളെല്ലാം കൂടി തനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്? ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ. കോപവും ക്രോധവും മ്ലേച്ഛമാണ്. അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. പ്രഭാഷകൻ 27-ാം അധ്യായം 30-ാം വാക്യം. ഞാനിപ്പോ എന്ത് വേണമെന്നാ മാറ്റി പറയുന്നത്? എടോ, ഞാൻ നടന്നു പോകുമ്പോ താൻ എന്നോട് സംസാരിക്കാൻ കൂടി വേണം. എന്താ മാറ്റിനെ ഇവിടെ ഇരിക്കുന്നത്? ഇന്ന് ജോലിക്ക് പോയില്ലേ എന്നൊക്കെ. അതാണ് നന്ദിയുള്ളവരുടെ ലക്ഷണം. എടോ, ഒരു പട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താ അത് നമ്മുടെ പുറകെയൊന്നും മാറൂല. വാലായിട്ട് നമ്മുടെ പുറകെ നടക്കും. ഇത് താൻ പുറകെ നടക്കൊന്നും വേണ്ട. ഒന്നും സംസാരിക്കണം, വിശേഷങ്ങൾ തിരക്കണം എന്നല്ലേ ആഗ്രഹിച്ചുള്ളൂ ഞാൻ. അത് തെറ്റായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. നന്ദി വേണോടോ, നന്ദി. കാരണം ലക്ഷങ്ങളാ മുടക്കിയത്, ലക്ഷങ്ങൾ. ചേട്ടാ ഒന്ന് നിർത്തി. ജോൺസൺ ചേട്ടൻ നിൽക്കണോ? ഇത്രയും പറഞ്ഞിട്ട് തനിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മാറ്റിനെ, ഒരു മിനിറ്റ്. എന്താടി ചേട്ടാ? എന്തേട്ടാ, എന്തു പറ്റി? ചേട്ടനാകെ വിഷമിച്ചു നിൽക്കുന്ന പോലെ. ഏയ്, ഒന്നുമില്ല. എന്താണെങ്കിലും പറയാളിയാ. ചേട്ടനേ, ഞങ്ങളൊക്കെ കൂടി കഷ്ടപ്പെട്ട് കിഡ്നി ഫിറ്റ് ചെയ്ത് കൊടുത്തല്ല. ആളിപ്പോ ഉഷാറുമായി. ആ ഞങ്ങളുടെ അടുത്ത് ജാടയും ധിക്കാരും ദേഷ്യവും കാണിച്ചപ്പോ ഒന്നും ഓർമ്മിപ്പിച്ചു. പഴയതേ വന്ന വഴി മറന്നത്, അത്രേ ഉള്ളൂ. എന്താ അളിയ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. ഞാൻ ഇതുവഴി നടന്നു പോയപ്പോ മാറ്റൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഓരോന്ന് പറയായിരുന്നു.
എന്താ ചേട്ടാ പഴയതെന്ന് പറഞ്ഞത്? വന്ന വഴി മറന്നു എന്നൊക്കെ പറഞ്ഞ? അല്ല, ഓപ്പറേഷന് പുള്ളിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ നമ്മളൊക്കെ കാണുമ്പോ ഒരു മനസ്സിലാകായ്മ, അതിനെപ്പറ്റി പറഞ്ഞാ പെങ്ങളെ. അതും തേങ്ങാതി ഒരു ഭീഷണിയുടെ സ്വരം. വേണ്ടളിയ, ഇത് വിട്ടുകളഞ്ഞാൽ എന്തോ എങ്ങനെ? അല്ലെങ്കിൽ അളിയനും അളിയനും കൂടി എന്നെ മൂക്കി കയറ്റി വലിക്കോ? ഞങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് കൊണ്ടാ ഇയാളിങ്ങനെ നടക്കണത്. അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടല്ല മണ്ണിനടിയിലായാനെ. അപ്പൊ അതിനുള്ള നന്ദി കാണിക്കണം, മനസ്സിലായ? അല്ലേ തന്നെ ക്യാഷിന് ആവശ്യം വന്നപ്പോ ഓപ്പറേഷൻ ചെയ്യാക്കടാ. ഈ അടിയന്റെ ഉശിരൊക്കെ എവിടെയായിരുന്നു? എടോ, നാക്കിന് ഇല്ലില്ലാന്ന് വിചാരിച്ചേ വെറുതെ കിടന്ന് വളവളന്ന് പറയരുത്. സുഖമില്ലാതിരിക്കുന്ന ആളെ എന്റെ ചേട്ടൻ. താനൊക്കെ കൂടി അളിയനെ സഹായിച്ചു. അതിനിപ്പോ അളിയൻ എങ്ങനെ തന്നോട് നന്ദി പറയണമെന്നായി പറയണത്? ആഹാ, നന്ദി കാണിക്കാനേ ഞങ്ങൾക്ക് മനസ്സില്ല. തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നാട് മോശംട്ടാ. ഞാനും മോശ. പിന്നെ ഈ പറഞ്ഞിടത്തോളം നാടല്ല, താനാ മോശമെന്ന് എനിക്ക് മനസ്സിലായി. താൻ എത്ര കാശം മുടക്കിയിരിക്കുന്നത്? 1000 2000 എത്രയെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നേക്കാം. ആഹാ, അപ്പൊ ഗുണ്ടായുസത്തിനുള്ള പരിപാടിയാണല്ലേ? എങ്കിൽ നമുക്ക് ആ റൂട്ടിൽ നീങ്ങാം. വൻപ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു. ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. സങ്കീർത്തനങ്ങൾ 75-ാം അധ്യായം 4-7 വാക്യങ്ങൾ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആടാ, ഇത് വേണ്ടളി. ജോൺസിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ആളല്ലേ, ഇങ്ങനെ വഴി കിടന്ന് അടികൂടാമോ? ജീവൻ നിലനിർത്താൻ കൂടെ നിന്ന ആൾക്കാരെ തന്നെ അടിയനെ കൊണ്ട് തല്ലിച്ചാലേ സമാധാനമാകുള്ളൂ എന്ന് പറഞ്ഞ അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റൂല. എന്താ പിന്നെ പ്രശ്നം? എന്റെ പൊന്ന് ചങ്ങാതിമാരെ, നിങ്ങൾ എല്ലാവരോടും സഹായിച്ചാണ് അളിനെ ട്രീറ്റ് ചെയ്തത് എന്ന് കരുതി പുള്ളിയെ കാണുമ്പോ കുമ്പിട്ട് ആരാധിച്ച് നന്ദി പറയണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലേ പിന്നെ എന്താ ചെയ്യാ? എടാ എടാ, ഞങ്ങളുടെ എല്ലാ ഔദാര്യം നീ കൈപ്പറ്റിട്ടുണ്ടെങ്കിലേ ആ നന്ദി കാണിക്കണം. അറിയാൻ പാടില്ല. വിദ്വേഷത്തിന്റെ വേരു വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. ഹെബ്രായർ 12-ാം അധ്യായം 15-ാം വാക്യം. ഒരാളോട് പറഞ്ഞല്ലേ വരാൻ. കാണാടാ, എടാ വേഷക്കെട്ടും കൊണ്ട് എന്റെ അടുത്ത് നിൽക്കരുത്. ഈ നാട്ടിൽ നിന്ന് മര്യാദക്ക് പോകൂല, ഞെക്കി കൊന്നുകളയും. ആയിക്കോട്ടെ, ഇങ്ങോട്ട് മര്യാദക്ക് വന്നിട്ടുണ്ടെങ്കിലേ മര്യാദക്ക് തന്നെ തിരിച്ചു പോകാൻ എനിക്കറിയാം. ഇവനെ ഇന്ന് നീ എന്തിനാ എന്നെ എന്നെ നീ കൊന്നേനല്ലടാ. സോറിയടാ, ഒരു ആവശ്യത്തിന് പുറത്ത് ചെയ്തു പോയതാണ്. സോറി. കലികേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ല പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല. ഒന്ന് അടങ്ങടാപ്പ. വല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ കൊള്ളാം. ആ പാവം ജോൺസൺ ചേട്ടന. ചേട്ടനൊക്കെ വണ്ടി എടുത്ത് വന്നേ. വാജോബേ, അവൻ എന്തെങ്കിലും പറയട്ടെ, നമുക്ക് പോവാം. അതാണ് അളിയ കുഴപ്പം. സഹായിച്ചു എന്നും പറഞ്ഞ് എന്നും അടിമയായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അധികാരം കാണിക്കാൻ വന്നാലുണ്ടല്ലോ, വെറുതെ വിടരുത്. എന്റെ പൊന്ന് ചങ്ങാതി, ക്ഷമിക്ക്. നിങ്ങൾ പോന്നോക്ക്. പിന്നെ വിളിച്ചോളൂ. ചെല് ചെല് ചെല്. ഇനിയിപ്പേ വണ്ടി സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് നടക്കാം. എടാ, ഈ നടുറോട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്താ ഉണ്ടായത്? അഹങ്കാരിയാടാ ആ ജോൺസൺ. അത് ശരിയല്ല. കൂടുതൽ വേണ്ട, അല്പമെങ്കിലും മാന്യത കാണിക്കും. പിന്നല്ലാതെ ഒരാളെ പറ്റി ഇമാതിരി ഒന്നും സംസാരിക്കരുത്. തെറ്റാണത്. അല്ലേ അല്ലേ തന്നെ ആ ജോൺസൺ ചേട്ടൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? ആ, അതിനല്ലേ ഞാൻ ചോദിക്കുന്നത്. എന്താ ഉണ്ടായിന്ന് പറ. എടാ, ഞാനിവിടെ വെറുതെ ഇരിക്കണായിരുന്നു. എന്നിട്ട് അയാൾ ഇതുവഴി നടന്നു പോകുന്നു. അതിന് അപ്പൊ ഞാൻ വെറുതെ അങ്ങ് ചോദിച്ചു, എന്താടാ ചോദിച്ചത്? എടാ നീ അത് പറയ്.
എന്താ ചേട്ടാ ആ, ഒരു മൈൻഡും ഇല്ലാതെ പോകുന്നതെന്ന്. എന്നിട്ട് അപ്പൊ അയാള് പറഞ്ഞു ഞാൻ മാറ്റി നോക്കി ചിരിച്ചല്ലോന്ന്. ആഹാ, അപ്പൊ അയാൾ ചിരിച്ചിട്ടാണ് പോയത്. ആ പിന്നെന്താ കുഴപ്പം? എടാ ചിരി എന്ന് പറഞ്ഞ ഈ ചിരിയല്ല, പിന്നെ ദാ ഇങ്ങനെ ഒരു പുച്ഛിച്ചുള്ള ചിരി. അങ്ങനെ ചിരിച്ചാ എനിക്ക് പിന്നെ പ്രാന്താവൂലേ? അതായത് ചിരിക്കണോ വേണ്ടയോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത്? തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത ആളുകളെ കണ്ട ചിരിക്കുക മാത്രമല്ല ഒന്ന് സംസാരിച്ചിട്ടൊക്കെ പോകാൻ പാടില്ലെന്ന്. അയാൾക്ക് വേണ്ടി, അയാളുടെ ഓപ്പറേഷന് വേണ്ടി അത്രയ്ക്ക് കഷ്ടപ്പെട്ടവരല്ല നമ്മളൊക്കെ. അപ്പൊ ആ നന്ദി നമ്മളെയൊക്കെ കാണുമ്പോൾ കാണിക്കണ്ടേ അയാള്? അത് ഞാൻ അയാളോട് സംസാരിച്ചിട്ട് നിൽക്കുമ്പോഴാ അയാളുടെ പെങ്ങളും അളിയനും കൂടി ആ വഴി സ്കൂട്ടറിലേക്ക് വന്നത്. ഇയാള് വേഗം ഓടിച്ചെന്ന് അവരോട് പറഞ്ഞേക്കണം. പിന്നെ പറയണ്ട, രണ്ടുപേരും കൂടി, രണ്ടല്ല 3 പേരും കൂടി എൻ്റെ നേരെ ഒരു അറ്റാക്കാണ്. നിങ്ങൾ ആ സമയത്ത് വന്നില്ലായിരുന്നില്ല, അവര് 3 കൂടി എന്നെ കൊന്നേനെ. ഇതിൽ എൻ്റെ ഭാഗത്ത് എവിടെയാണ് തെറ്റി? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 13 വാക്യം. എടാ നീയൊക്കെ വാതുറന്നുമുണ്ട്. നിന്റെയൊക്കെ ഇരിപ്പും പാവം കണ്ട തെറ്റ് മുഴുവൻ എൻ്റെ ഭാഗത്താ തോന്നുമല്ല. അല്ല നീ പറഞ്ഞതുപോലെയാണ് ഈ സംഭവമെങ്കിലേ എങ്കിൽ തെറ്റ് മുഴുവൻ നിന്റെ ഭാഗത്ത് തന്നെയാണ്. തെറ്റാന്ന് മാത്രമല്ല വളരെ മോശമായി പോയി. ഇതിപ്പോ പണി പാടിയാ. ഇനി ഇതുങ്ങൾ എന്നെ കൂടി നേരെ എന്നെ കിട്ടി കയറുമോ? ഇവന്മാരൊന്ന് പറഞ്ഞു പറ്റിക്കാൻ എന്താ വഴി? എടാ നിങ്ങളെന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണത്? നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഇല്ലേ? അല്ല പറ. അതെ, ഒരാൾക്കൊരു അസുഖം വന്നപ്പോൾ അയാളുടെ കഷ്ടപ്പാടിൽ സഹായിച്ച് രക്ഷിച്ചിട്ട് അയാൾ ആജീവനാന്ത കാലം നമ്മുടെ അടിമയും അടിയാളിനുമാണെന്ന് ധരിക്കരുത്. പിന്നല്ലാതെ അയാൾക്കൊരാവശ്യം വന്നപ്പോൾ അയാളെ നമ്മൾ സഹായിച്ചു, അതോടെ നമ്മുടെ കടമ കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ സാമർഥ്യത്തിലൂടെയും ബലഹീനതയിലൂടെയല്ലേ കടന്നു പോകുന്നു. ചെയ്ത സഹായങ്ങൾക്ക് നന്ദി കാണിക്കാനോ പറയാനോ പറ്റിയില്ലെങ്കിൽ അത് അയാളുടെ ബലഹീനതയായി കണ്ട് ക്ഷമിക്കേ. എല്ലാവർക്കും അവരുടേതായ ഒരു ജീവിതമുണ്ട്. ഒരു സഹായം ചെയ്തെന്ന പേരിൽ സഹായം സ്വീകരിച്ച ആൾക്ക് തലയ്ക്ക് മുകളിൽ അതൊരു ഇടുക്കിയായി മാറരുത്. അതെ, ആ ചേട്ടനെ, ജോൺസൺ ചേട്ടനെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വിടുന്നി. അതല്ലേടാ വേണ്ടത്. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. പ്രഭാഷകൻ 18 അധ്യായം 16 വാക്യം. അവൻ്റെ വർത്താനം കേട്ടാ തോന്നും അളിയൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള ഫുൾ ക്യാഷ് അവനാ മുടക്കിയെന്ന്. നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ ഇവറ്റങ്ങളൊക്കെ തരയിൽ കയറി നിന്ന് നിരങ്ങും. ചേട്ടൻ എന്തിനാ ആ ചേട്ടനോടൊക്കെ സംസാരിക്കാൻ പോണത്? എൻ്റെ മോളെ, ഞാൻ ചെന്ന് സംസാരിച്ചതല്ല, എന്നെ വിളിച്ചു നിർത്തി സംസാരിച്ചതാ. എവിടെ ചെന്നാലും ചില ആളുകൾ അങ്ങനെയാ. ഈ കുറ്റപ്പെടുത്തലും കുത്തുവാക്ക് പറച്ചിലും ഇതെല്ലാം കൂടി കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തോന്നും ഓപ്പറേഷൻ ഒന്നും വേണ്ടായിരുന്നെന്ന്, അങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നെന്ന്. ശേ, അളിയതെന്ത് വർത്താനായി പറയണത്? ഈ പറഞ്ഞവൻ്റെയൊക്കെ എന്താ അവൻ്റെ പേര്? മാർട്ടിൻ. ആ, മാർട്ടിൻ. ഇവനെ പോലുള്ളവരുടെയൊക്കെ വാക്കും കേട്ട് ചാകാൻ പോകുകയാണെങ്കിലേ ആളുകൾക്ക് ചാവാനേ നേരം ഉണ്ടാവുള്ളൂ. എന്നാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അതെ, ഇതിപ്പോ നമ്മൾ കണ്ടതുകൊണ്ട്. അല്ലെങ്കിൽ അയാള് ചേട്ടനെ വേറെന്തെങ്കിലുമൊക്കെ കൂടി പറഞ്ഞേനെ. അല്ല, അവിടെ വന്ന് നമ്മളെ പിടിച്ചു മാറ്റിയില്ലേ, എന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോയില്ലേ? അവര് മര്യാദക്കാരാണെന്ന് തോന്നുന്നു അല്ലേ? ആ അതെ,
ശരിയാ. ഓ, അവര് പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ദൈവമേ, ഞാനെന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയനെ. ഓ, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അല്ല ഏട്ടാ, നമുക്ക് ഈ വിഷയം ജോൺ സാറോടൊന്ന് പറഞ്ഞാലോ? ആ, അതാരാണ്? ആ പുള്ളിക്കാരനാ എന്റെ ചികിത്സാനിധി രൂപീകരിച്ചത് തന്നെ. ആ, ആ. ചേട്ടൻ അറിയും, ഓ. അന്ന് ഹോസ്പിറ്റലില് ഡോക്ടറായിട്ട് സംസാരിക്കാനും മറ്റും കൂടെ ഉണ്ടായിരുന്നില്ലേ? ചേച്ചിയുടെ കയ്യില് ഒരുക്കി കൊണ്ടുവന്ന് ചെക്ക് തന്നില്ലേ? അന്ന് നമ്മൾ വീട്ടിലുണ്ട്. ആ, മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആള്. ഉം. ആ, അത് തന്നെ. ആഹാ. പുള്ളി എക്സ്ട്രാ ഡീസന്റാ. ശരിയാ. അങ്ങേര് ഇവനെ വിളിച്ചു പറഞ്ഞ ഒരു പക്ഷേ ഇവൻ ശരിയാകാൻ സാധ്യതയുണ്ട്. ആ ഇവന്റെ ശല്യവും കുറഞ്ഞു കിട്ടും. ആ അത് ശരിയാ. അത് നമുക്ക് വേറെ ദിവസം ചെന്ന് പറയാ ജോബേ. വേറൊരു ദിവസോ? ഇന്ന് തന്നെ പോണം. അതേ എളിയ, ഇന്ന് തന്നെ പോണം. ഇത്തരം കാര്യങ്ങള് പിന്നത്തേക്ക് വെക്കരുത്. നമുക്ക് ഇന്ന് തന്നെ പോവാം. അളിയനെന്താ പേടിയുണ്ടോ? ഏയ് അതല്ല, നമുക്ക് പോവാം, ഇന്ന് തന്നെ പോവാം. ആ ഓ, എങ്കിൽ പിന്നെ സാറേ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഓ, അങ്ങനെ ആവട്ടെ. ആ പിന്നെ കെന്നറ്റ്, പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണെന്നല്ലേ പറഞ്ഞത്? അതെ സാറേ. ആ, പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കി കോടതി കയറ്റി ബുദ്ധിമുട്ടിക്കുക, അതിനു വേണ്ടി ഇതെല്ലാം. ഓ, അതൊന്നും ഉണ്ടാവില്ല എന്നേ. ആ, അയ്യപ്പിനോട് ഞാൻ വിളിച്ച് ആ, സംസാരിച്ചോളാം. ആയിക്കോട്ടെ. ആ പിന്നെ നിങ്ങൾ വേറെ കുഴപ്പത്തിനൊന്നും പോകരുത്. ഇല്ല സാറേ, ആ, എല്ലാം സാറ് പറഞ്ഞ മാതിരി തന്നെ. ആ വാ വാ. എങ്കിൽ ഞാനങ്ങ് ചെല്ലട്ടെ സാറേ. ഓ, അങ്ങനെ ആവട്ടെ. ആ, ഓക്കെ. അല്ല, ഇതെല്ലാവരും ഉണ്ടല്ലോ, എവിടെ പോയതാ? എന്താ ജോൺസാ, എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിക്കണില്ലേ? ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല സാറേ. മരുന്നെല്ലാം കൃത്യമായിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. കുഴപ്പം ജോൺസൺ ചേട്ടനല്ല ജോൺ സാറേ, നാട്ടുകാർക്കാ. നാട്ടുകാർക്കോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? സാറേ, ആ, നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ടാണല്ലോ അളിയന്റെ ഓപ്പറേഷൻ നടന്നത്. അത് സാറിനറിയാവുന്നതാണല്ലോ. പിന്നല്ലാതെ നമ്മുടെ പഞ്ചായത്തിൽ ഒരാൾക്കൊരു സാമ്പത്തിക സഹായം വേണ്ടി വന്നാൽ നമ്മൾ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമല്ലോ. നമ്മുടെ മാട്ടിൻ ചേട്ടനില്ലേ, ആ, ആ ചേട്ടൻ റോട്ടിൽ വെച്ച് ചേട്ടനെ കണ്ടായിരുന്നു. ഓ, ഇവര് തമ്മില് ചെറിയൊരു വഴക്കം ഉണ്ടായി. വഴക്കോ? അതെന്തിന്? സാറേ, നിങ്ങളൊക്കെ കൂടി മുൻകൈ എടുത്ത് പണം പിരിച്ചുകൊണ്ടാണ് അളിയന്റെ ഓപ്പറേഷൻ നടന്നതും അളിയന് ജീവൻ തിരിച്ചു കിട്ടിയതും. അതെല്ലാം ഞങ്ങളുടെ മുഴുവൻ കുടുംബക്കാർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ ഇയാൾ ഈ മാറ്റിനെ കാണുമ്പോൾ അതിൻ്റെ നന്ദി കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വഴക്ക്. ഇതിപ്പോ ഒരു പ്രാവശ്യമല്ല സാറേ, പല പ്രാവശ്യമായി. ആളുകൾ കൂടുന്നിടത്ത് വെച്ച് എന്നെ തടഞ്ഞു നിർത്തി അപമാനിക്കുക. ഇതിനും വേണ്ടും എന്ത് തെറ്റാ സാറേ ഞാൻ ചെയ്ത്? ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതിയ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനിന്ന് പ്രതികരിക്കണമെന്ന് കരുതിയതുമല്ല സാറേ, പക്ഷെ അയാളുടെ വർത്തമാനം കേട്ടപ്പോൾ അങ്ങനെ പ്രതികരിച്ചു പോയതാണ്. ആ സാബു ചേട്ടനും തോമസ് ചേട്ടനും വന്ന് പിടിച്ചു മാറ്റിയതുകൊണ്ടാ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നത്. അസുഖം മൂലം ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തതുകൊണ്ടല്ലേ സാറേ? ഗതികേട് കൊണ്ടാ ഞാൻ നാട്ടുകാരുടെ സഹായം സ്വീകരിച്ചത്. സാറേ, സഹായം ചെയ്തിട്ട് അത് വാങ്ങിയ ആളോട് ഒരിക്കലും ഇങ്ങനെയൊന്നും ആരും പറയരുത് സാർ. നമ്മുടെ ഇടയിൽ പെട്ടെന്ന് ഒരാൾ കിടപ്പ് രോഗിയായി മാറിയാൽ അയാളെ സഹായിക്കുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല. അയാളും ദൈവസൃഷ്ടിയാണെന്നുള്ള നല്ല മനസ്സുകളുടെ തിരിച്ചറിവാണ് സഹായഹസ്തം നീട്ടുന്നത്. മാർട്ടിൻ വളരെ മോശമായിട്ടാണ് സാറേ എന്നോട് സംസാരിച്ചത്. ആ ചേട്ടൻ നടു റോഡിൽ നിന്ന് ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞ ചേട്ടനെ നാണം കെടുത്തിയത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ധനസഹായം ചെയ്യുന്നതിൽ പകുതി പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു 90% പേരും ദൈവഭയം ഉള്ളതുകൊണ്ടും കരുണയുള്ള മനസ്സുള്ളതുകൊണ്ടുമാണ് ഇത് ചെയ്യുന്നത്. ജോൺസൺ,
ജോൺസന് ഇനി മാർട്ടിൻ ഒരു പ്രയാസം ഉണ്ടാക്കില്ല. ഞാൻ അവനോട് സംസാരിച്ചു. ആ വാ വാ. ആ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ റോബർട്ടിന്റെ ബില്ലടക്കുന്ന കാര്യത്തെ കുറിച്ച് അവർ സംസാരിച്ചിരുന്നു. അതെ, ചെക്കൊക്കെ റെഡിയാണ്. നമുക്കിന്ന് വൈകിട്ട് തന്നെ കൊണ്ടേ കൊടുക്കാം. ആ ശരി ശരി. ആ മാർട്ടിനെ, കാലം മനുഷ്യനെത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചിലർ നിമിത്തങ്ങളായും ചിലർ സഹായകരായും ചിലർ സഹായം സ്വീകരിക്കുന്നവരൊക്കെയായി മാറും. സഹായകർ ദൈവം തരുന്ന ഉത്തരവാദിത്വത്തെ ആധികാരികതയോടെയും അഹങ്കാരത്തോടെയും അല്ല, ആദരവോടെ സ്വീകരിച്ച് സ്നേഹത്തോടെ പ്രവർത്തിക്കാനുള്ള മനസ്സുള്ളവരാകണം. അപ്പോൾ പിന്നെ പ്രത്യുപകാരം പ്രതീക്ഷിക്കുകയോ നന്ദി കാണിച്ചില്ലെന്നുള്ള പരാതി പറയുകയോ ഒന്നും ഉണ്ടാവില്ല. സൃഷ്ടാവ് അറിയാതെ ഒരു മുടി പോലും കൊഴിയുന്നില്ല എന്നുള്ള സത്യം കേൾക്കുകയും പറയുകയും മാത്രമല്ല, മനസ്സിലാക്കുക കൂടി വേണം. മാർട്ടിനെ, മേലിൽ ജോൺസനോട് ഇങ്ങനെയൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. മാത്രമല്ല, ഒരു സോറി കൂടി പറയണം. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. മത്തായി 18-ാം അധ്യായം 35-ാം വാക്യം. മാർട്ടിനെ, ചേട്ടാ പോണ്ട. അങ്ങോട്ട് പോകണ്ട. ചേട്ടനിപ്പം ആരും തടയണ്ട, അവർ സംസാരിക്കട്ടെ. മാർട്ടിനെ, എനിക്ക് നിന്നോട് വഴക്കൊന്നുമില്ല. മരണത്തിന്റെ വക്കൂരെത്തിയാണ് ഞാൻ. ജീവൻ തിരിച്ചു നൽകിയത് നിങ്ങളൊക്കെ കൂടിയാ. എന്നെ പോലുള്ളവർക്ക് നിങ്ങളെ പോലുള്ളവരെ എന്റെ ഹൃദയത്തിലാ സ്ഥാനം. ഞാൻ പിന്നെ എന്ത് നന്ദിയോട് കാണിക്കാൻ? ചേട്ടാ, എന്നോട് ക്ഷമിക്കുക ചേട്ടാ. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് മാപ്പ് പറയാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. വാ, ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് മാപ്പ് പറയാം. വേണ്ട വേണ്ട മാർട്ടിനെ, എനിക്ക് മനസ്സിലായി. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.